ഇത് അങ്ങനെയുള്ള സാധാരണ മഴ പെയ്യുന്നതിൻ്റെ അല്ല ഇതുണ്ടായിരിക്കുന്നത്. ഇത് അതിതീവ്ര മഴ ഈ പ്രദേശങ്ങളിലുണ്ടായത്. 350 മില്ലിയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ 200-ന് മീതെ എക്സ്ട്രീം ഹെവി റെയിനാണ്. അത് 300 പോയി, വടശ്ശേരിക്കരയിൽ അത് 350 വരെ പോയി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ എൽനിനോ പ്രതിഭാസത്തിൻ്റെ കൂടി ഭാഗമാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് ചൂട് കൂടി കഴിഞ്ഞപ്പോൾ കടലിൽ ഇത് നീരാവിയായിട്ട് പോയി മേഘങ്ങളിൽ നിൽക്കുകയാണ്. അത് ഏത് സമയത്തും വന്ന് അതിതീവ്ര മഴയായി പെയ്യുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. എൽനിനോയുടെ ഏറ്റവും വലിയ പ്രശ്നം വരൾച്ചയാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താണ് പരാതി? ഏത് പരാതിയാണുള്ളത്? എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളെല്ലാം റെഡിയാണ്. ക്യാമ്പുകളെല്ലാം, അതായത് ഞാൻ പറഞ്ഞുതരാം, പ്രീ മൺസൂൺ യോഗം ചേർന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്ന് എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ 30-ാം തീയതിയും 1-ാം തീയതിയും യോഗം ചേർന്നു. 30-ാം തീയതി ദുരന്ത നിവാരണ വകുപ്പ് ഒന്നുകൂടി എല്ലാ പ്രിപ്പറേഷനും എടുത്ത് എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ റെഡിയായിരുന്നു. ക്യാമ്പുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എവിടെയാണ് മഴ പെയ്യുന്നത്, എവിടെയാണ് അതിതീവ്ര മഴ പെയ്യുന്നത് എന്ന് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം. ഇല്ല, അതൊന്നും അങ്ങനത്തെ അതിനുള്ള സമയം ഇല്ല. ആ അറിയിപ്പാണ്, മെസ്സേജ് മാത്രമാണ് പോകുന്നത്. എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഇത് നമുക്ക് ഇപ്പോൾ ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ പ്രവചനത്തിൽ ഇതാണ് കിട്ടിയിരിക്കുന്നത്. IMDയുടെ ഇതാണ് രാത്രി അർദ്ധരാത്രി വൈകുന്നത് വരെ കിട്ടിയിരിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലും റെഡിയാണ്. ജില്ലാ കളക്ടർമാർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാന്മാരുൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും റിലീഫ് ക്യാമ്പുകളും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതെന്താ പറയുക, ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്ര മഴ എവിടെയാണ് പെയ്യുന്നത് അറിഞ്ഞാലേ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഇവാക്യുവേഷൻ നടക്കുകയുള്ളൂ. അതിതീവ്ര മഴയുടെയും ക്ലൗഡ് ബേസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവാക്യുവേഷനുള്ള സമയം ഉണ്ടാവില്ല. ഞാൻ ഇതേ ചോദ്യം പ്രീ മൺസൂൺ മീറ്റിങ്ങിൽ IMDക്കാരോട് ചോദിച്ചാൽ, നിങ്ങളിത് റഡാറിൽ കണ്ടു കഴിഞ്ഞാൽ ഇവാക്യുവേഷനുള്ള ഗ്യാപ്പ് പോലും കിട്ടാത്ത തരത്തിലുള്ള വേദന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അതിന് മുമ്പിൽ എടപ്പള്ളി ടൗണിൽ എറണാകുളം സിറ്റിക്കകത്ത് പെയ്തു, ഒരു പിടിയുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് മഴ പോകുന്നത്. ഇത് ഈ പ്രത്യേകിച്ചുള്ള ടെറൈനല്ലേ, പത്തനംതിട്ടയിലേക്കുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ടെറൈനുള്ള സ്ഥലത്ത് അതിതീവ്ര മഴ ഉണ്ടാകുമ്പോഴാണ് ലാൻഡ് സ്ലൈഡും ഉണ്ടാകുന്നു. ധാരാളം ലാൻഡ് സ്ലിപ്പുകളുണ്ടായി. ഇപ്പോൾ വീടൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലാൻഡ് സ്ലിപ്പുകളെല്ലാം അല്ല, നമ്മളത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് പ്രോഗ്രാം കുറേ കൂടി ശക്തിപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഏജൻസികളെ ബന്ധപ്പെടുത്തി ഏറ്റവും മികച്ച ഒരു മോഡൽ പ്രഡിക്ഷനും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതിന് സംവിധാനം ഉണ്ടാകും. 3-4 ദിവസം മുമ്പ് നമ്മൾ അതിനുവേണ്ടി മാത്രമായിട്ടൊരു യോഗം നമ്മൾ ചേർന്നിരുന്നു. അതിനുവേണ്ടി മാത്രമായിട്ടുള്ള യോഗം ചേർന്നിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ വിളിച്ചു വരുത്തി നമ്മൾ അതുമായിട്ട് സഹകരിക്കാൻ, യൂണിവേഴ്സിറ്റിയാണ് നന്നായിട്ട് ചെയ്യുന്നത്, അവരുടെ അടക്കം കേരളത്തിലെ ഹ്യൂം സെൻറ്റർ ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് മാക്സിമം, ഇപ്പം ഞാൻ പറയട്ടെ, IMDക്ക് പോലുമുള്ള പരിമിതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. IMDക്ക് പോലും ഇത് പുതിയ പ്രതിഭാസമാണ്. അവർ പറഞ്ഞത് തലേന്ന് ഇത്ര സംഭവം ഉണ്ടാവുമ്പോൾ ഹാർബറുകളിലെ അനൗൺസ്മെന്റ് ഉണ്ടാവും, മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും. അത് കൊടുത്തിരുന്നുവെങ്കിൽ അത് ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുള്ള ഇൻഫർമേഷൻ IMDയുടെ നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാം, അതില്ല. ആ കടലിൽ പോയവർക്ക്, കടലിൽ രാത്രിയല്ലോ പോകുന്നത്, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള വിവരം ഇല്ലായിരുന്നു അതുവരെ. അല്ല, അത് അവർ പ്രഡിക്ഷനാണ് അവരുടെ. പിന്നീട് അവർക്ക് അത് അറിഞ്ഞിട്ടേ അവരത് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ന് തന്നെ മറ്റേ അലർട്ട് കൊടുത്ത്, യെല്ലോ അലർട്ട് കൊടുത്തിട്ട് പിന്നെ ഓറഞ്ച് ആക്കി. അത് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയറാണ്. അത് SOP അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൽ അത് മാത്രം പോരാ. കാരണം
ഞങ്ങളല്ലേ ആദ്യം IPCC റിപ്പോർട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് ഞാൻ പരിഹസിക്കപ്പെട്ടാണ് അന്ന്. ഇന്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടും അതുമേലെ നാസ അനാലിസിസും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിയമസഭയിൽ കൊണ്ടുവന്നു. എന്നെ ഒരുപാട് പേര് പരിഹസിച്ച് ഇതൊക്കെയാണ് നിയമസഭയിൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ച്. കാരണം കേരളം വൾണറബിളാണ്. പണ്ട് ബേ ഓഫ് ബംഗാളിലുണ്ടായിരുന്ന പ്രശ്നം അറബിക്കടലിലുണ്ട്. കന്യാകുമാരി തൊട്ട് ഗുജറാത്ത് വരെയുള്ള ഏരിയയിൽ ഏറ്റവും വൾണറബിളായിട്ടുള്ള ഏത് സമയവും എക്സ്ട്രീം ഹെവി, ഞാൻ അന്ന് പ്രസംഗിച്ചാണ്, അന്നത്തെ അസംബ്ലിയിൽ പ്രസംഗിച്ച് ഏത് സമയവും വൾണറബിളായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സംവിധാനങ്ങളെ നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ഈ അനുഭവത്തിൽ മാത്രമല്ല ഇതിന് മുമ്പുള്ള അനുഭവങ്ങളിൽ കൊണ്ട് ചെയ്യേണ്ടതാണ്. അതാണ് നമ്മൾ ബജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് പ്രോഗ്രാം ഇന്ത്യക്ക് മുഴുവൻ മോഡലാകുന്ന ഒരു പ്രോജക്റ്റ് തുടങ്ങും. അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ചു. 3-4 മീറ്റിങ്ങുകൾ ഇപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. അല്ല, ഇപ്പോൾ 6-7 കൂടി കനത്ത മഴ ഉണ്ടാവുമെന്ന് പറയുന്നത്. പക്ഷെ അത് 5-ാം തീയതി അത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. 5-ാം തീയതി. There is an SOP to take action. When an alert is declared, orange alert or red alert is declared, there is an SOP to take procedures. They will communicate to all the disaster management authority, district collectors, the local bodies. There is a system for a red alert and another thing to take action, initial actions. There is a procedure. That procedure ഇത് നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയാണ്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ല വെയിറ്റ്, ഞാൻ പറയുന്നത് ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അറിയില്ല. അവർ പറഞ്ഞല്ലോ, അവർ വന്ന് രണ്ടാമത് പറഞ്ഞല്ലോ.